എന്താ രാജി, ഞാൻ ഉറങ്ങി വന്നതാ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഉറങ്ങുകയാണെങ്കിൽ വാതിൽ ചാരുന്നതും ലൈറ്റ് അണയ്ക്കുന്നതും ഒക്കെ ഒച്ചപ്പാടുണ്ടാക്കാതെ വേണമെന്ന്. ഓ, ഞാനും പറഞ്ഞിട്ടില്ലേ ചേട്ടാ. വീട്ടു ജോലികളെല്ലാം കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി കമഴ്ത്തി അടുക്കളയെ അടച്ച് ക്ഷീണിച്ചു വരുമ്പോ ചിലപ്പോ ഓർക്കില്ല, കഥ കിടക്കുമ്പോ ഒച്ചയൊക്കെ ഉണ്ടായി പോവും. എല്ലാറ്റിനും കൃത്യമായിട്ട് ഒഴിവൊഴിവുണ്ടല്ലോ അടുക്കള ജോലി. അതിരിക്കട്ടെ, നാളെ ഓഫീസിലിടാനുള്ള പാന്റും ഷർട്ടും തേച്ച് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അയ്യോ എന്റെ ഈശ്വര, ഞാനത് വിട്ടുപോയി. 100 കൂട്ടം പണിയുണ്ടായിരുന്നു ഇന്ന്. അതിനിടയിൽ അതങ്ങ് മനസ്സിൽ നിന്ന് പോയി. നാളെ രാവിലെ തന്നെ അത് ചെയ്തേക്കാം. നീ മറന്നതല്ല, മനഃപൂർവ്വം അങ്ങ് ഉഴപ്പിയതാ. ഞാനും നീയും 2 പിള്ളേരും, അത്രയാണേ ഈ വീട്ടിലെ അംഗങ്ങള്. ചോറും 2 കറിയും വയ്ക്കുക, വീടൊന്ന് വൃത്തിയാക്കുക. ഇതിനെല്ലാം കൂടി എത്ര സമയം വേണമെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അല്ല വേണ്ട, ഞാൻ മറുപടി പറയണില്ല. കൃത്യമായ മറുപടി ഇല്ല, അതങ്ങ് തുറന്ന് സമ്മതിക്ക്. എന്റെ രാജി, നിനക്ക് കാണണോ ഞാനൊന്ന് അടുക്കളയിൽ കയറട്ടാ? എന്ത് ചോദിക്കുമ്പോഴും നീ പറയുമല്ലോ എനിക്ക് 2 കൈയേ ഉള്ളൂ എന്ന്. എന്റെ 2 കൈ കൊണ്ട് ഞാൻ വീട്ടുജോലികൾ ഷടപടയെന്ന് തീർക്കുന്ന കാണണോ? ശരി, എങ്കിൽ നാളെ അടുക്കളയിൽ ചേട്ടൻ കയറ്, അടുക്കള ജോലി ചെയ്യും. വെല്ലുവിളിക്കണ്ട, ഞാൻ കയറും, എല്ലാം വൃത്തിക്ക് ചെയ്യുകയും ചെയ്യും. നാളെ നീ കണ്ടോ? ഓ ശരി, ഗുഡ് നൈറ്റ്. ചേട്ടാ ചേട്ടാ, മണി 5 ആയി. ആവട്ടെ, ഞാൻ 7 മണിക്കല്ലേ ഉണരുന്നത്. ഇന്ന് അടുക്കളയിൽ എന്റെ സ്ഥാനത്ത് ചേട്ടനല്ലേ കയറുന്നത്. 5 മണിക്ക് ഞാൻ അടുക്കളയിൽ കയറും. അല്ല, അത് ചേട്ടന് പറ്റൂല അല്ലേ? നേരത്തെ എണീക്കാൻ. അതങ്ങ് തുറന്ന് പറ, അടുക്കള ജോലി ഞാൻ തന്നെ ചെയ്യാം. വേണ്ട, എന്നെ അങ്ങനെ തോൽപ്പിക്കണ്ട. ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാ. ഞാനിതാ അടുക്കളയിലേക്ക് കയറാൻ പോവുക. ഓ ചെല്ല് ചെല്ല്. ചായ ഇടലാണ് ആദ്യം. അതിനാദ്യം ഗ്യാസ് തുറക്കണം. ഗ്യാസ് കുറ്റി എവിടെ? നോബ് ഇടത്തോട്ടോ വലത്തോട്ടോ? ഗ്യാസിന്റെ അടുത്ത് പോകാൻ തന്നെ പണ്ടേ പേടിയാണ്. ഈ പെണ്ണുങ്ങളെ സമ്മതിക്കണം, എത്ര കൂളായിട്ടാ അവരിതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇത് തുറക്കുന്നത് താഴോട്ടാണോ മേലോട്ടാണോ? മേലോട്ടായിരിക്കും. ചേട്ടാ, അങ്ങോട്ടാണ്. തിരിച്ചാണ്. അത് ശരി, നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? എന്നെ പരീക്ഷിക്കാനായിരിക്കും. എനിക്കൊക്കെ അറിയാം. ഞാൻ വെറുതെ വന്ന് അങ്ങോട്ട് തിരിച്ചെന്നേ ഉള്ളൂ. ഇതാ കണ്ടോ, ഗ്യാസ് കുറ്റി തുറന്നു. അയ്യോ ചേട്ടാ, സ്റ്റൗ തുറന്നാൽ ഉടനെ കത്തിക്കണം. അതെനിക്കറിയാലോ. എവിടെ ലൈറ്റർ? എവിടെ? അല്ല, തീപ്പെട്ടി എവിടെ? ചേട്ടാ, ആദ്യം സ്റ്റൗ ഓഫ് ചെയ്യ്, ഗ്യാസ് പുറത്തു പോവുകയാ. രാജി, എനിക്ക് ഒന്നും അറിഞ്ഞൂടാന്ന് വരുത്താനല്ലേ ഇതാ ഞാൻ സ്റ്റൗ അടച്ചു. ചേട്ടൻ ആദ്യം ചായ ഇടാനുള്ള പാത്രം എടുക്ക്, എന്നിട്ട് അതിൽ വെള്ളം പിടിക്കേ. ഇതല്ലേ ചായ പാത്രം? ചേട്ടാ, ഇത് കറി വെക്കുന്ന പാത്രമാ. ഇതിലാണോ ചായക്ക് വെക്കുന്നേ? ചേട്ടൻ ജീവിതത്തിൽ അടുക്കളയിൽ കയറിയിട്ടില്ല, അതിന്റെ പ്രശ്നമാ. അതാ ഇതാണ് ചായപാത്രം. ഇതെനിക്കറിയായിരുന്നു. ഞാൻ എടുക്കാൻ തുടങ്ങുകയായിരുന്നു. ആ പാത്രം എടുത്ത് വെള്ളവും എടുത്തു. ചേട്ടാ, ഇതിന്റെ പകുതി വെള്ളം മതി ചായക്ക്. എന്റെ രാജി, എനിക്കറിയാൻ കാര്യങ്ങള്, എന്നെ പഠിപ്പിക്കല്ലേ. ഇതാ കണ്ടോ, വെള്ളം കൃത്യമായി സ്റ്റൗവിൽ വെച്ചു. ഇനി ഞാൻ സ്റ്റൗ കത്തിക്കുന്നു. ലൈറ്റർ ശരിയല്ല, ഇതാ കണ്ടോ, കത്തുന്നില്ല. ചേട്ടാ, അതങ്ങനെയല്ല, അതിനൊരു രീതിയുണ്ട്. ചേട്ടാ മാറങ്ങോട്ട്, ഞാൻ ചെയ്തോളാം. എന്ന് വെച്ചാ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്നാണോ? ചേട്ടാ, ഇത്രയും നേരമായിട്ട് ചായക്ക് വെള്ളം പോലും വെച്ചിട്ടില്ല. ഇനി വെള്ളം തിളച്ച് ചായപ്പൊടി ഇടണം, പാല് കാച്ചണം, പഞ്ചസാര ഇടണം, പിള്ളേർക്ക് ഹോർലിക്സ് ഉണ്ടാക്കണം, ദോശയും സാമ്പാറും ഉണ്ടാക്കണം, ഉച്ചയ്ക്കുള്ള ചോറ് തയ്യാറാക്കി ചേട്ടന് ലഞ്ച് ബോക്സ് തയ്യാറാക്കണം, കറി വെക്കണം, വീട് വൃത്തിയാക്കണം, തുണി അലക്കണം. ഇതൊക്കെ ചെയ്തു തീർക്കാൻ ചേട്ടൻ ഒരാഴ്ച എടുക്കും. ചേട്ടൻ അങ്ങോട്ട് മാറ്. ഇല്ല, മാറില്ല. ഇതൊരു കഷ്ടമായല്ലോ. ചേട്ടാ, അടുക്കളയിൽ 100 കൂട്ടം ജോലിയുണ്ട്, എങ്ങോട്ട് മാറ്. അതെ, അതുകൊണ്ടാ മാറില്ലെന്ന് പറഞ്ഞ്. അടുക്കള ജോലി ഇനി മുതൽ നീ ഒറ്റയ്ക്കല്ല ചെയ്യുന്നേ, ഞാനും കൂടെ ഉണ്ട്. അയ്യോ, അടുക്കള ജോലി ഭാര്യയുടെ മാത്രം ഉത്തരവാദിത്വമല്ല. അടുക്കളയിലെ സന്തോഷവും ബുദ്ധിമുട്ടും നമ്മൾ ഒരുമിച്ച് പങ്കിടും. ദോശമാവ് എവിടെ? ദോശ ഉണ്ടാക്കട്ടെ. നീ ഒന്ന് പറഞ്ഞതാ, ഞാൻ പഠിച്ചോളാം. ചേട്ടാ, കാര്യമായിട്ടാണോ പറയുന്നേ? പിന്നല്ലാതെ. ഇന്ന് മുതൽ അടുക്കളയിലും നമ്മൾ ഒരുമിച്ച്. പിന്നണിയിൽ രാജ്മോഹൻ കൂവളശ്ശേരി, സുഷമാനിൽ, രചന കൃഷ്ണ പൂജപ്പുര.